നമുക്ക് ORൻ്റെ സെക്കൻഡ് മൊഡ്യൂൾ ഡ്യുവാലിറ്റി എന്നുള്ളതാണ്. ഡ്യുവാലിറ്റി ഇൻ ലീനിയർ പ്രോഗ്രാമിംഗ് ചെറിയ മൊഡ്യൂളാണ്. അതിൻ്റെ അത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. പിന്നെ ഒരു 5-6 തിയറം ഉണ്ട്. തിയറം ചോദിക്കുന്നതാണ്, തിയറം വിത്ത് പ്രൂഫ് വേണ്ടതാണ്. അപ്പം നമുക്ക് ആദ്യം ഡ്യുവൽ എന്താണെന്നുള്ളതാണ്. അതിൻ്റെ ആ ഒരു നോട്ട് നോക്കുമ്പോൾ ഒരുപാട് തിയറി ഉള്ളതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി. കാരണം അതിൻ്റെ കൂടുതലും നമുക്ക് മനസ്സിലാവാത്ത ടേമുകളാണ്. കാരണം അത് കൂടുതലും അതിൻ്റെ അകത്ത് യൂസ് ചെയ്തേക്കുന്ന എക്കണോമിക് ടേമുകളാണ്. ഈ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ അകത്ത് വരുന്ന എക്കണോമിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ബന്ധപ്പെട്ടാണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പം ഈ എക്കണോമിക്സുകാർക്ക് പഠിക്കാനുള്ളൊരു രീതിയിലാണ് ഈ ബുക്ക് തന്നേക്കുന്നത്. അപ്പം നമുക്കത് കുറച്ച് മനസ്സിലാകത്തില്ല. അപ്പോൾ പല കോളേജുകളിൽ ഞാൻ ചോദിച്ചപ്പോൾ അവർ പലരും എടുക്കുന്നില്ല, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. കാരണം നമ്മൾ പറഞ്ഞാലും എനിക്കും ശരിക്കും അറിയത്തില്ല, നിങ്ങൾക്കത് മനസ്സിലാവാനും പോകുന്നില്ല. കാരണം മാർജിനൽ പ്രോഫിറ്റ് എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് പഠിക്കാനില്ല. അപ്പം നമ്മൾ ജസ്റ്റ് ഈ ഡ്യുവാലിറ്റി എന്താണെന്നുള്ളത് അറിയുക, ഒരു പ്രോബ്ലം തന്നാൽ ഡ്യുവൽ കണ്ടുപിടിക്കാൻ പഠിക്കുക, അത്രയൊക്കെ നമുക്ക് ചെയ്യാനുള്ളൂ. അപ്പം നമുക്ക് ഡ്യുവൽ എന്താണെന്നുള്ളതാണ് ആദ്യം. അപ്പം നമ്മൾ ഒരു പ്രോബ്ലത്തിൻ്റെ അത് വേറൊരു രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആക്ച്വലി ഡ്യുവൽ എന്ന് പറയുന്നത്. ഡ്യുവലിൻ്റെ മീനിങ് ഡബിൾ അല്ലെങ്കിൽ 2 എന്നുള്ളതാണ്. ഡ്യുവൽ എന്നുകൊണ്ട് അർത്ഥം വരുന്നത് ഡബിൾ അല്ലെങ്കിൽ 2 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ 2% അത് നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളതാണ്, 2% ഗെയിം തിയറിയൊക്കെ. അപ്പോൾ അവിടെ ഒരു കോമ്പറ്റീറ്ററിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് ഡ്യുവൽ ഓഫ് ദ ഒപ്പോണൻ്റാണ്. അപ്പോൾ ഒരാൾ ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും മറ്റേ ആൾ ശ്രമിക്കുന്നത്. ഇപ്പോൾ 2 പേര് തമ്മിലൊരു കോമ്പറ്റീഷൻ നടത്തുമ്പോൾ എ വിൻ ചെയ്യാൻ ശ്രമിക്കുമ്പം ബി എന്താ ചെയ്യുന്നത്, ബിയും വിൻ ചെയ്യാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ എ വിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ബി ചെയ്യുന്നത് എന്താ, എയെ തോൽപ്പിക്കാനാണ് നോക്കുന്നത്, അല്ലേ? അപ്പോൾ അത് ഒരാളുടെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് മറ്റേ ആളുടെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഡ്യുവാലിറ്റി അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ എന്താണ് ഡ്യുവൽ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ഓരോ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം നമ്മൾ സിംപ്ലക്സ് മെത്തേഡൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഫോം ഉണ്ട്. ഒന്നെങ്കിൽ മാക്സിമൈസേഷൻ പ്രോബ്ലം ആയിരിക്കും, അല്ലെങ്കിൽ മിനിമൈസേഷൻ പ്രോബ്ലം ആയിരിക്കും. അപ്പം മാക്സിമൈസേഷൻ പ്രോബ്ലം ആണെങ്കിൽ എൻ്റെ ഡ്യുവൽ എന്ന് പറയുമ്പോഴത്തേക്ക് അത് മിനിമൈസേഷൻ ആയിട്ട് മാറും. അപ്പം നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താ, നമ്മൾ മാക്സിമൈസ് ഇസഡ് എന്ന് പറഞ്ഞ് നമ്മൾ മാക്സിമം ഓഫ് ഇസഡ് എന്ന് പറഞ്ഞ് C1x1 C2 x2 എക്സെട്ര CN xn സബ്ജക്റ്റ് ടു ഒരു സെറ്റ് മാക്സിമൈസേഷൻ പ്രോബ്ലം ആകുമ്പോൾ നമ്മൾ സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസ് കാണും. നമ്മൾ സാധാരണ കൺസ്ട്രെയിൻസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോമിൽ നിന്നാണ് പറയുന്നത്. ചിലപ്പോൾ ഈക്വൽ ടു ഫോമിലുള്ളത് വരാം. പിന്നെ വേരിയബിൾസ് എല്ലാം ഗ്രീറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് സാധാരണ പറയുന്നത്. ചിലപ്പം അതും അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈനും വരാം. അപ്പം അങ്ങനെ വരുമ്പം അതിൻ്റെ ഡ്യുവൽ എന്താണ്? അപ്പം നമ്മുടെ പ്രോബ്ലം എന്തായിരുന്നു, മാക്സിമൈസ് ഇസഡ്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ഒക്കെയാണ് മാക്സിമൈസ് ചെയ്യേണ്ടതെങ്കിൽ നമ്മൾ x1 x2 xnകളാണ് ഐറ്റം എങ്കിൽ C1x1 C2 x2 എക്സെട്ര CN xn. C1 C2 CN ശരിക്കും എന്താ ഡിനോട്ട് ചെയ്യുന്നത്, ഓരോന്നിൻ്റെയും കോസ്റ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റാണ്, അല്ലേ? അപ്പോൾ C1 C2 CNകൾ എന്ന് പറയുന്നത് ഓരോന്നിൻ്റെയും പ്രോഫിറ്റാണ്. അപ്പം ഞാനൊരു എക്സാമ്പിൾ വെച്ച് ഡ്യുവൽ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല, അതുകൊണ്ടാണ്. അപ്പം മാക്സിമം ഓഫ് ഇസഡ് ഇസ് ഈക്വൽ ടു C1x1 C2 x2 എക്സെട്ര CN xn സബ്ജക്റ്റ് ടു A11 x1 A12 x2 എക്സെട്ര A1n xn less than or equal to B1 A21 x2 A22 x2 എക്സെട്ര A2n xn less than or equal to B2 എന്നും പറഞ്ഞ് ഒരു M കൺസ്ട്രെയിൻസ് ഉണ്ട്. ഓരോ വേരിയബിളും ഗ്രീറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വിചാരിക്കാം. അപ്പോൾ അതിൻ്റെ ഡ്യുവലായിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടും. അതിൻ്റെ കറസ്പോണ്ടിങ് ഡ്യുവൽ എന്ന് പറയുമ്പം ഇവിടെ നമ്മൾ ചെയ്തത് ആ ഓരോ റിസോഴ്സസും x1 x2 xn എന്നുള്ള ഓരോ ഐറ്റവും എത്ര വെച്ചിട്ട് അത് x1 x2 xn എത്ര എണ്ണം വേണം എന്നുള്ളതാണ് അവിടെ നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓരോ x1 x2 xnകളുടെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്നിട്ട് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡ്യുവൽ എന്ന് പറയുമ്പോൾ നമ്മൾ പുതിയ വേരിയബിൾസ് അവിടെ കൊണ്ടുവരിക. അപ്പോൾ ഇവിടെ എത്ര കൺസ്ട്രെയിൻസ് ഉണ്ടോ അത്രയും വേരിയബിൾസ് ആണ് ഡ്യുവലിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എം കൺസ്ട്രെയിൻസ് ആയിരുന്നു ഉള്ളതെങ്കിൽ പുതിയ ഡ്യുവൽ പ്രോബ്ലത്തിൻ്റെ അകത്ത് എം കൺസ്ട്രെയിൻസ് ആദ്യത്തിൻ്റെ അകത്ത് ഉണ്ടെങ്കിൽ എം വേരിയബിൾസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമൈസേഷൻ ആയിരുന്നു നമ്മുടെ ഒറിജിനൽ പ്രോബ്ലം. നമുക്ക് മാക്സിമൈസ് റവന്യൂ അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിരുന്നു നമുക്ക് ചെയ്യേണ്ടിയിരുന്നത്. അതിന് ഡ്യുവൽ എന്ന് പറയുമ്പോഴത്തേക്കും മിനിമൈസേഷൻ ആയി. മാക്സിമൈസേഷൻ ആണെങ്കിൽ ഡ്യുവൽ എന്ന് പറയുന്നത് മിനിമൈസേഷൻ ആയിരിക്കും. അപ്പം മിനിമൈസ് ഇസഡ് അത് വേറൊരു ഇസഡ് ആയിരിക്കും. ആദ്യത്തെ ഇസഡ് അല്ല, ചെറിയ വേറെ വ്യത്യാസം. ആദ്യത്തെ നമ്മൾ ഇസഡ് എക്സ് എന്ന് വിളിക്കണം, രണ്ടാമത് നമുക്ക് ഇസഡ് വൈ എന്ന് വിളിക്കാം. മിനിമൈസ് ഇസഡ് വൈ ഈസ് ഈക്വൽ ടു പുതിയ വേരിയബിൾസ് ആണ് ഞാൻ പറഞ്ഞു, y1 y2 ym എത്ര കൺസ്ട്രെയിൻസ് ഉണ്ടോ അത്രയും വേരിയബിൾസ് ആണ് ഡ്യുവലിൻ്റെ അകത്ത് വരുന്നത്. നമ്മുടെ ഒറിജിനൽ പ്രോബ്ലത്തിൻ്റെ അകത്ത് എത്ര കൺസ്ട്രെയിൻസ് ഉണ്ടോ അത്രയും വേരിയബിൾസ് ആണ് രണ്ടാമത്തെ ഡ്യുവലിൻ്റെ അകത്ത് വരുന്നത്. അപ്പം നമുക്ക് m കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ ഡ്യുവൽ പ്രോബ്ലത്തിൻ്റെ അകത്ത് y1 y2 ym വേരിയബിൾസ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇനി നമുക്ക് മിനിമൈസ് ചെയ്യേണ്ടത് എന്തായിരിക്കും,
ഈ y1 y2 yn വെച്ചിട്ട് പുതിയ കോൺസ്റ്റൻസ് ആണ്. മറ്റടുത്ത് നമ്മൾ C1 C2 Cn യൂസ് ചെയ്യുന്നതിന് പകരം ഇവിടെ B1 B2 അതായത് നമ്മുടെ കൺസ്ട്രെയിൻസിന്റെ റൈറ്റ് സൈഡിൽ വന്ന ആ കോൺസ്റ്റന്റുകളെയാണ് നമ്മുടെ ആദ്യത്തെ പ്രൈമൽ പ്രോബ്ലത്തിന്റെ കൺസ്ട്രെയിൻസിന്റെ അകത്ത് റൈറ്റ് സൈഡിൽ വരുന്ന കോൺസ്റ്റന്റുകളുണ്ടല്ലോ B1 B2 Bm അതിനെയാണ് നമ്മൾ ഇവിടെ കോസ്റ്റ് കോഎഫിഷ്യന്റിന് പകരം യൂസ് ചെയ്യുന്നത്. അപ്പം B1 Y1 B2 Y2 എക്സെട്ര BM YMനെയാണ് നമുക്ക് മിനിമൈസ് ചെയ്യേണ്ടത് സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ്. അവിടെ കൺസ്ട്രെയിൻസും തിരിഞ്ഞു വരും. ആദ്യത്തേൻ്റെ അകത്ത് എത്ര വേരിയബിൾസ് ഉണ്ടോ അത്രയും കൺസ്ട്രെയിൻസ് ആണ് രണ്ടാമത്തേൻ്റെ അകത്ത് വരുന്നത്. ആദ്യത്തേൻ്റെ അകത്ത് എത്ര കൺസ്ട്രെയിൻസ് ഉണ്ടോ അത്രയും വേരിയബിൾസ് രണ്ടാമത്തേൻ്റെ അകത്ത് വന്നു. ആദ്യത്തേൻ്റെ അകത്ത് എത്ര വേരിയബിൾസ് ഉണ്ടോ അത്രയും കൺസ്ട്രെയിൻസ് ആണ് രണ്ടാമത്തേൻ്റെ അകത്ത് വരുന്നത്. അപ്പം നമ്മൾ x1 x2 എക്സെട്ര xn ആണ് നമ്മുടെ വേരിയബിൾസ് എന്ന് പറഞ്ഞു. അപ്പം രണ്ടാമത്തെ ഡ്യുവൽ പ്രോബ്ലത്തിൻ്റെ അകത്ത് n ഇക്വേഷൻസ് കാണും, n കൺസ്ട്രെയിൻസ് കാണും. പിന്നെ നമ്മൾ ആ കൺസ്ട്രെയിൻസ് എങ്ങനെ വരും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ മറ്റൊടത്ത് നമ്മൾ A11 A12 എടുക്കുന്നത് നേരെ കോളം വൈസ് എടുക്കും. അപ്പോൾ അത് A11 Y1 A21 Y2 A31 Y2 എക്സെട്ര AM1 YM ഗ്രേറ്റർ ദാനോ ലെസ് ദാനോ ഈക്വൽ ടു എന്നുള്ളത് ഗ്രേറ്റർ ദാനോ ഈക്വൽ ടു ആയിട്ട് മാറും. അവിടെ വരുന്ന കോയിഫിഷ്യന്റ് C1 C2 നമ്മൾ ഗ്രേറ്റർ ദാനോ ഈക്വൽ ടു ഇടുമ്പോൾ പിന്നെ നമ്മുടെ ആദ്യത്തിൻ്റെ അകത്തെ കോസ്റ്റ് കോയിഫിഷ്യന്റുകളാണ് ഇവിടെ കൺസ്ട്രെയിൻറ്റ് കോൺസ്റ്റന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ഗ്രേറ്റർ ദാനോ ഈക്വൽ ടു C1 എന്നുള്ളതായിരിക്കും ആദ്യത്തേത്. അപ്പം ഇതാണ് ഏകദേശം ഒരു ഐഡിയ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ സ്റ്റാൻഡേർഡ് ആയിട്ട് റിസൾട്ട് ആയിട്ട് പറഞ്ഞെന്ന് പറഞ്ഞോളാം. അപ്പം ഡ്യുവൽ എന്ന് പറയുന്നത് നമുക്ക് ഒറിജിനലിൻ്റെ തന്നെ വേറൊരു രീതിയിൽ നമ്മൾ അതിനെ എടുക്കുന്നതാണ് ഡ്യുവലായിട്ട് എടുക്കുന്നത്. അപ്പം പ്രൈമലിന്റെ അതേ സെയിം ഒബ്ജക്റ്റീവ് നമ്മുടെ ആ മാക്സിമം ഓഫ് ZX തന്നെ ഉള്ളതായിരിക്കും മിനിമം ഓഫ് ZY. അത് രണ്ടും സെയിം ആയിരിക്കും. മാക്സിമം ഓഫ് ZX എന്ന് പറയുന്നത് മിനിമം നമ്മുടെ ഒറിജിനൽ പ്രോബ്ലം മാക്സിമം ZX ആണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഡ്യുവലിനെ നമ്മൾ മിനിമം ഓഫ് ZY എന്നെടുത്താൽ നമുക്ക് ഈ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻസിൻ്റെ രണ്ടിൻ്റെയും വാല്യൂസ് സെയിം ആയിരിക്കും. മാക്സിമം ഓഫ് ZX തന്നെ ആയിരിക്കും മിനിമം ഓഫ് ZY എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പ്രൈമലാണോ ഒറിജിനലിനെ നമ്മൾ പ്രൈമലും മറ്റേതിനെ നമുക്ക് ഡ്യുവൽ എന്നുമാണ് പറയുന്നത്. അപ്പം ആദ്യം നമ്മൾ എടുക്കുന്ന മാക്സിമൈസേഷൻ ആണെങ്കിൽ പ്രൈമൽ മാക്സിമൈസേഷൻ ആണെങ്കിൽ ഡ്യുവൽ എന്ന് പറയുന്ന മിനിമൈസേഷൻ ആയിരിക്കും. ഇനി പ്രൈമൽ മിനിമൈസേഷൻ ആണെങ്കിൽ ഡ്യുവൽ എന്ന് പറയുന്നത് മാക്സിമൈസേഷൻ. ഇതിൽ ഏത് ആദ്യം എടുത്താലും പ്രശ്നമില്ല. കാരണം രണ്ട് പ്രാവശ്യം നമ്മൾ ഡ്യുവൽ എടുക്കുമ്പോൾ നമുക്ക് ഒറിജിനൽ ഫംഗ്ഷൻ തന്നെയാണ് കിട്ടുന്നത്. ഡ്യുവൽ ഓഫ് ദ ഡ്യുവൽ എന്ന് പറയുന്നത് പ്രൈമലാണ്. അതുകൊണ്ട് നമുക്ക് ഏത് ആദ്യം എടുത്താലും പ്രശ്നമൊന്നുമില്ല. അപ്പം ചില കേസ് നമ്മളിത് ചൂസ് ചെയ്തതിൻ്റെ ഒരു കാരണം ചില പ്രോബ്ലംസ് ഒക്കെ നമുക്ക് ഒറിജിനൽ സൊല്യൂഷൻ സോൾവ് ചെയ്യുന്നതിലും എളുപ്പമായിരിക്കും അതിൻ്റെ ഡ്യുവൽ സോൾവ് ചെയ്യാൻ. അതിനുവേണ്ടിയാണ് നമ്മൾ ആക്ച്വലി ഡ്യുവൽ ചെയ്യുന്നത്. നമുക്ക് പക്ഷേ സിലബസിൽ ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ് പഠിക്കാനില്ല. ഡ്യുവൽ സിംപ്ലക്സ് മെത്തേഡ് കുറച്ചും കൂടെ ഡ്യുവൽ വെച്ചിട്ട് ചെയ്യുന്നത് കുറച്ചും കൂടെ എളുപ്പമാണ്. പക്ഷെ നമുക്കത് ചെയ്യാനില്ല. അപ്പം അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ചില പ്രോബ്ലത്തിലൊക്കെ പ്രൈമൽ വെച്ചിട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുള്ള ചില കേസുകളിൽ ഡ്യുവലാണ് സോൾവ് ചെയ്യുന്നതെങ്കിൽ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമുണ്ട്. പിന്നെ അവിടെ തന്നിരിക്കുന്ന ഷാഡോ പ്രൈസും കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു പോകുക എന്നുള്ളതേ ഉള്ളൂ. ഞാനിത് പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് വായിച്ചു പോകുക. അത് കുറച്ചൊക്കെ എക്കണോമിക്സ് ടേമുകളാണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് നിങ്ങൾക്ക് നോട്ട് എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് സ്റ്റാൻഡേർഡ് ഫോം എന്താണ്, സിമെട്രിക് ഫോം എന്താണ്, അതാണ് നമുക്ക് കാണുന്നത്. അപ്പം ഒരു സിമെട്രിക് ഫോമിൽ പ്രൈമൽ തന്നിട്ടുണ്ട് എങ്കിൽ അതിന് ഡ്യുവൽ എങ്ങനെ എഴുതാം, അത് ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പം പ്രൈമലിനെ നമ്മൾ മാക്സിമം ആയിട്ട് എടുക്കുക. മാക്സിമൈസേഷൻ ആണ് എങ്കിൽ ഇൻഇക്വാളിറ്റികളെല്ലാം സാധാരണ ലെസ് ദാനോ ഈക്വൽ ടു ആയിട്ടാണ് എടുക്കുന്നത്. ഇനി അതിൻ്റെ അകത്ത് ഗ്രേറ്റർ ദാനോ സ്റ്റാൻഡേർഡ് ഫോം അതാണ്. അപ്പം നമുക്ക് തന്നേക്കുന്ന ഒരു പ്രൈമൽ ഒരു പ്രോബ്ലം നമുക്ക് തന്നേക്കുവാണ്. അതിനെ നമുക്ക് ഡ്യുവൽ കാണാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പം നമ്മുടെ പ്രോബ്ലം മാക്സിമൈസേഷൻ ആണെന്ന് വിചാരിക്കുക. മാക്സിമൈസേഷൻ ആണ് എങ്കിൽ നമ്മൾ ആ മാക്സിമൈസേഷൻ പ്രോബ്ലത്തിന്റെ ഇൻഇക്വാളിറ്റികളെല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണോ നോക്കുക. അതിൻ്റെ അകത്ത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, അതിനെ -1 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കി മാറ്റുക. ഈക്വൽ ടു ആണെങ്കിൽ പിന്നെ അത് അൺറെസ്ട്രിക്റ്റഡ് എന്നുള്ള കേസാണ് വരുന്നത്. അത് നമുക്ക് പിന്നെ പറയാം. അപ്പം നമ്മളിപ്പോൾ സപ്പോസ് ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഫോം പറയുമ്പോൾ നമ്മുടെ പ്രൈമൽ പ്രോബ്ലം എന്ന് പറയുന്നത് മാക്സിമം ഓഫ് ZX ആണ്. മാക്സിമം രണ്ടാമത്തെ പേജ് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. മാക്സിമം ഓഫ് ZX ഇസ് ഈക്വൽ ടു C1 x1 C2 x2 പ്ലസ് എക്സെട്ര Cn xn സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻസ്. അവിടെ കൺസ്ട്രെയിൻസ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് M കൺസ്ട്രെയിൻസ് ആണുള്ളത്. A11 x1 A12 x2 എക്സെട്ര A1n xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു B1 A21 x1 A22 x2 എക്സെട്ര A2n xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു B2. അങ്ങനെ M അവസാനത്തെ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് AM1 x1 AM2 x2 പ്ലസ് എക്സെട്ര AMn xn ലെസ് ദാൻ ഓർ ഈക്വൽ ടു BM. എന്നിട്ട് ഓരോ വേരിയബിളും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. അപ്പം നമ്മുടെ
പ്രൈമലാണ് നമ്മളിപ്പോൾ സ്റ്റേറ്റ് ചെയ്തത്. ആ പ്രൈമലിനകത്ത് എത്ര വേരിയബിൾസ് ഉണ്ട്? x1 x2 xn വേരിയബിൾസ് ആണ്. x1 x2 xn വേരിയബിൾസ്. അപ്പോൾ n വേരിയബിൾസ് ആണ് വരുന്നത്. അതിൻ്റെ അകത്ത് എത്ര കൺസ്ട്രെയിൻസ് ഉണ്ട്? m കൺസ്ട്രെയിൻസ് അല്ലേ വരുന്നത്. അപ്പം നമ്മുടെ ഡ്യുവൽ പ്രോബ്ലം, നമ്മുടെ ഒറിജിനൽ പ്രോബ്ലം മാക്സിമൈസേഷൻ ആയതുകൊണ്ട് ഡ്യുവൽ പ്രോബ്ലം എന്ന് പറയുന്നത് മിനിമൈസേഷൻ ആയിട്ട് മാറി. അപ്പം മിനിമം ഓഫ് ZY എന്ന് പറയും. ഇവിടുത്തെ വേരിയബിൾസ് ഒറിജിനൽ പ്രോബ്ലത്തിൽ നമുക്ക് n വേരിയബിൾസും m കൺസ്ട്രെയിൻസും ആണ്. ഒറിജിനൽ പ്രോബ്ലത്തിൽ m കൺസ്ട്രെയിൻസ് ഉള്ളത് കൊണ്ട് നമ്മുടെ ഡ്യുവലിൻ്റെ അകത്ത് m വേരിയബിൾസ് ആയിരിക്കും. മറ്റോടത്ത് m കൺസ്ട്രെയിൻസ് വരുമ്പോൾ ഡ്യുവലിൻ്റെ അകത്ത് m വേരിയബിൾസ് വരും. അപ്പം നമുക്ക് ആ വേരിയബിൾസിനെ y1 y2 ym എന്ന് വിളിക്കാം. ഇനി നമ്മൾ എടുക്കുന്ന ആ മിനിമം ഓഫ് ZY ഈസ് ഈക്വൽ ടുവിൻ്റെ കൂടെ ഒരു കോയിഫിഷ്യന്റ് വേണമല്ലോ. ആ കോയിഫിഷ്യന്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനൽ പ്രോബ്ലത്തിലെ കൺസ്ട്രെയിൻസിന് റൈറ്റ് സൈഡിൽ വരുന്ന കോൺസ്റ്റന്റുകളെയാണ് B1 B2 BMകളെയാണ് നമ്മളവിടെ y1 y2ന്റെ കോയിഫിഷ്യന്റുകളായിട്ട് എടുക്കുന്നത്. അപ്പം മിനിമം ഓഫ് ZY ഈസ് ഈക്വൽ ടു B1 y1 B2 y2 എക്സെട്ര BM ym. അപ്പം കിട്ടിയോ? മിനിമൈസേഷൻ മാക്സിമൈസേഷൻ എന്നുള്ളത് മിനിമൈസേഷൻ ആയിട്ട് മാറി. ആദ്യത്തിൻ്റെ അകത്ത് എത്ര കൺസ്ട്രെയിൻസ് ഉണ്ടോ അത്രയും വേരിയബിൾസ് നമ്മൾ y1 y2 ym എന്നും പറഞ്ഞ് വേരിയബിൾസ് എടുത്തു. ഇനി അതിൻ്റെ കോയിഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത് ആദ്യം നമ്മുടെ കൺസ്ട്രെയിൻസിൻ്റെ കോൺസ്റ്റന്റുകളെയാണ് നമ്മൾ ഓരോ കൺസ്ട്രെയിൻസിൻ്റെയും കോൺസ്റ്റന്റുകളെയാണ് നമ്മൾ ZYയുടെ കൂടത്തിൽ വരുന്ന വേരിയബിൾസിൻ്റെ കൂടെ വരുന്ന കോയിഫിഷ്യൻ്റ് ആയിട്ട്. അപ്പം അത് മിനിമം ഓഫ് ZY ഈസ് ഈക്വൽ ടു B1 y1 B2 y2 എക്സെട്ര BM ym ഫോമിൽ വന്നു. ഇനി നമുക്ക് അതിൻ്റെ കൺസ്ട്രെയിൻസ് ആണ് വരുന്നത്. കൺസ്ട്രെയിൻസ് നമ്മൾ പറഞ്ഞു നമ്മൾ ഇങ്ങനെ എഴുതുന്നതിന് നേരെ ഇങ്ങോട്ട് കോളം വൈസ് വായിച്ചാൽ മതി. അതായത് നമ്മൾ ആദ്യത്തെ നമ്മുടെ കൺസ്ട്രെയിൻസിന് നമ്മൾ നേരെ എഴുതിയതിൻ്റെ ഫസ്റ്റ് കോളം നോക്കിയേ. അതായത് ആദ്യത്തെ നമ്മുടെ സെറ്റ് ഓഫ് കൺസ്ട്രെയിൻസിൻ്റെ അകത്ത് x1ന്റെ കോയിഫിഷ്യൻറ്റുകൾ എല്ലാ ഇക്വേഷൻ്റെ അകത്തെ എല്ലാ കൺസ്ട്രെയിൻ്റെ അകത്തെ ആദ്യത്തെ കോയിഫിഷ്യൻറ്റ് x1ന്റെ കോയിഫിഷ്യൻ നമ്മൾ നോക്കുവാണെങ്കിൽ A11 A21 എക്സെട്ര AM1 ആണ്. അതാണ് നമ്മുടെ ആദ്യത്തെ ഇക്വേഷനായിട്ട് വരുന്നത്. അപ്പം A11 y1 A21 y1 നേരെ കോളം വൈസ് എടുക്കുവാണ്. A11 y1 A21 y1 A21 y2 A31 y3 എക്സെട്ര AMN M1 ym. അത് മിനിമൈസേഷൻ ആകുമ്പോൾ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലെസ് ദാൻ ഓർ ഈക്വൽ ടുവിന് പകരം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഇനി അതിൻ്റെ കോയിഫിഷ്യൻ്റ് ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താ? നമ്മുടെ കോസ്റ്റ് കോയിഫിഷ്യൻറ്റുകളാണ് വരുന്നത്. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു C1 വരും. അടുത്തത് നമ്മൾ എടുക്കുമ്പോൾ രണ്ടാമത്തെ കോളമാണ് വരുന്നത്. രണ്ടാമത്തെ കോളം എന്ന് പറയുമ്പോൾ A12 y1 A22 y2 എക്സെട്ര AM2 ym ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു C2. രണ്ടാമത്തെ കോയിഫിഷ്യൻ്റ് വന്നു. അങ്ങനെ ലാസ്റ്റ് ഇവിടെ എത്ര വരും? ആദ്യത്തിനകത്ത് എത്ര വേരിയബിൾസ് ഉണ്ടോ അത്രയും കൺസ്ട്രെയിൻസ് അല്ലേ വരുന്നത്. അപ്പോൾ n കൺസ്ട്രെയിൻസ് ആണ് വരുന്നത്. ലാസ്റ്റ് കൺസ്ട്രെയിൻ വരുന്നത് xnകളുടെ കോയിഫിഷ്യൻറ്റുകളാണ് വരുന്നത്. അപ്പം അത് A1n y1 A2n y2 എക്സെട്ര AMN ym ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു CM y1 y2 yn ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതാണ് അതിൻ്റെ ഡ്യുവലായിട്ട് വരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? മാക്സിമൈസേഷൻ ആണെങ്കിൽ ഡ്യുവൽ വരുമ്പോൾ മിനിമൈസേഷൻ ആയിട്ട് മാറി. നമ്മുടെ C1 C2 CNകളായിരുന്നു x1കളുടെ എല്ലാം കോസ്റ്റ് കോയിഫിഷ്യൻറ്റ്. അതാണ് നമ്മുടെ കൺസ്ട്രെയിൻസിൻ്റെ റൈറ്റ് സൈഡായിട്ട് ഡ്യുവലിൻ്റെ അകത്ത് വരുന്നത്. ഇനി നമ്മുടെ ഒറിജിനൽ കൺസ്ട്രെയിൻ്റെ കോൺസ്റ്റൻറ്റുകളെയാണ് ഡ്യുവലിൻ്റെ കോസ്റ്റ് കോയിഫിഷ്യൻറ്റുകളായിട്ട് വരുന്നത്. ഒറിജിനൽ ഇക്വേഷൻ കൺസ്ട്രെയിൻ്റെ എത്ര കൺസ്ട്രെയിൻസ് ഉണ്ടോ അത്രയും വേരിയബിൾസ് ആയിരിക്കും ഡ്യുവലിൻ്റെ അകത്ത് വരുന്നത്. പ്രൈമലിനകത്ത് എത്ര വേരിയബിൾസ് ഉണ്ടോ അത്രയും കൺസ്ട്രെയിൻസ് ഡ്യുവലിൻ്റെ അകത്ത് വരും. ഇതാണ് നമ്മൾ മെയിനായിട്ട് ഓർക്കേണ്ടത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പിന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു ടേബിളായിട്ട് പ്രൈമലും ഡ്യുവലും തമ്മിലുള്ള ഡിഫറൻസ് കാണിച്ചിട്ടുണ്ട്. മാക്സിമം ഓഫ് ZX CJ XJ എന്നുള്ളത് മിനിമം ഓഫ് BI YJ ആയിട്ട് മാറി. അപ്പോൾ ആ നോട്ടിൽ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ മനസ്സിലാവും. ഇവിടുത്തെ CJ ആണ് ഇവിടുത്തെ കൺസ്ട്രെയിൻസിൻ്റെ അകത്ത് BC ആയിട്ട് വന്നേക്കാം. അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ. ഇവിടെ നമ്മൾ വന്നപ്പം മാക്സിമം ഓഫ് C ഒറിജിനൽ പ്രോബ്ലത്തിന് പ്രൈമൽ പ്രോബ്ലത്തിൽ നമ്മൾ CJകളാണ് കോസ്റ്റ് കോയിഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത്. അത് ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താ? കൺസ്ട്രെയിനിൻ്റെ കോൺസ്റ്റൻറ്റുകളായിട്ടാണ് പ്രൈമലി വരുന്നത്. പിന്നെ ഇവിടെ കൺസ്ട്രെയിൻ AIJ XJ ലെസ് ദാൻ ഓർ ഈക്വൽ ടു BI. ഈ BI ആണ് ഇവിടുത്തെ കൺസ്ട്രെയിൻ ഇവിടെ പ്രൈമലിൻ്റെ അകത്ത് കോസ്റ്റ് കോയിഫിഷ്യൻ്റ് ആയിട്ട് വരുന്നത്. അപ്പം സിയും ബിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്റർചേഞ്ച് ചെയ്തു. അതുപോലെ AIJ നമ്മൾ രണ്ടിടത്ത് ഇത് സിഗ്മ J ഈസ് ഈക്വൽ ടു ആദ്യത്തെ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് സിഗ്മ J ഈസ് ഈക്വൽ ടു 1 to n AIJ XJ എന്നുള്ളതാണ്. രണ്ടാമത്തേത് സിഗ്മ I ഈസ് ഈക്വൽ ടു 1 to n. അവിടെ AJI എന്നാണ് എഴുതിയേക്കുന്നത്. ആക്ച്വലി AJIയും
എ ഐ ജെയും ഈക്വൽ. അതും കൂടെ നിങ്ങൾ വേണമെങ്കിൽ ആ സൈഡിലൊന്ന് എഴുതിയിട്ടേക്ക്. ഹിയർ എ ഐ ജെ ഈസ് ഈക്വൽ ടു എ ജെ ഐ. കാരണം നമുക്ക് സമ്മേഷൻ എടുക്കുമ്പോൾ നമ്മൾ സമ്മേഷൻ ആയി ആദ്യത്തേത് ജെ ഈസ് ഈക്വൽ ടു 1 to n, മറ്റേ സമ്മേഷൻ ഐ ഈസ് ഈക്വൽ ടു 1 to m. അപ്പം എ ഐ ജെകൾ രണ്ടും എ ജെ ഐ എന്ന് പറയുന്നത് എ ഐ ജെകളും സെയിം ആണെങ്കിലേ നമുക്ക് അത് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് ഞാൻ എഴുതാൻ വിട്ടുപോയതാണ്. നിങ്ങൾ ആ സൈഡിലൊന്ന് എഴുതിയിട്ടാൽ, ഈ കോളത്തിൻ്റെ സൈഡിലൊന്ന് എഴുതിയിട്ടാൽ മതി. ഈ എ ഐ ജെ ഈസ് ഈക്വൽ ടു എ ജെ ഐ. ഇതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോം. അപ്പം ജനറൽ റിലേഷൻഷിപ്പാണ് അടുത്ത കോളത്തിൽ അടുത്ത പേജിൽ തന്നിരിക്കുന്നത്. പ്രൈമലിന്റെ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസേഷൻ ആണെങ്കിൽ ഡ്യുവൽ എന്തായിട്ട് മാറും? അത് മിനിമൈസേഷൻ ആയിട്ട് മാറും. ഇനി ജേത്ത് പ്രൈമൽ വേരിയബിൾ എക്സ് ജെ എന്ന് പറയുന്നത് അവിടെ അത് ഡ്യുവൽ കൺസ്ട്രെയിൻ, എത്ര വേരിയബിൾ ഉണ്ടോ അത്രയും കൺസ്ട്രെയിൻ ആണ് ഇപ്പുറത്ത് വരുന്നത്. ഇനി ഐത്ത് പ്രൈമൽ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് അവിടെ ഐത്ത് വേരിയബിൾ ആയിരിക്കും. ഇനി ഒരു വേരിയബിൾ ഇവിടെ അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ ആണെന്ന് വിചാരിക്കുക, അത് നമ്മൾ വരുന്നതേ ഉള്ളൂ. ഒരു വേരിയബിൾ എക്സ് ജെ എന്നുള്ള വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ ആണെങ്കിൽ അതിന്റെ മീനിങ് ഡ്യുവലിൻ്റെ അകത്തെ ആ ജേത്ത് കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് ഈക്വൽ ടു ആയിരിക്കും, ഗ്രേറ്റർ ദാനോ ലെസ് ദാനോ ആയിരിക്കില്ല. അപ്പൊ ഇവിടെ ഒരു വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ മൂന്നാമത്തെ വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ ആണ്. പ്രൈമലിൻ്റെ അകത്തെ മൂന്നാമത്തെ വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ ആണെങ്കിൽ ഡ്യുവലിൻ്റെ അകത്തെ മൂന്നാമത്തെ കൺസ്ട്രെയിൻ ഈക്വാളിറ്റി ആയിരിക്കും. ഇനി ഇവിടെ ഒരു കൺസ്ട്രെയിൻ ഈക്വൽ ടു ആണെന്ന് വിചാരിക്കുക. നമ്മുടെ ഒറിജിനൽ പ്രൈമലിൻ്റെ അകത്തെ രണ്ടാമത്തെ കൺസ്ട്രെയിൻ എന്ന് പറയുന്നത് ഒരു ഈക്വാളിറ്റിയാണ്. അപ്പോൾ അവിടെ ഡ്യുവൽ എടുക്കുമ്പോൾ രണ്ടാമത്തെ വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഒരു കൺസ്ട്രെയിൻ ഈക്വൽ ടു ഫോമിലുണ്ടെങ്കിൽ അവിടെ അത്രാമത്തെ വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ ആയിരിക്കും. ഇവിടെ ഒരു കൺസ്ട്രെയിൻ ഈക്വൽ ടു ആണെങ്കിൽ അവിടെ അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈന്, ഇവിടെ ഒരു വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ ആണെങ്കിൽ അവിടെ ഒരു ഇക്വേഷൻ ഈക്വൽ ടു ഫോമിൽ വരും. ഇനി പ്രൈമൽ കൺസ്ട്രെയിൻസ് എല്ലാം ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ ഡ്യുവൽ എല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. ഇനി അതിൻ്റെ ഒരു എക്കണോമിക് ഇന്റർപ്രിട്ടേഷൻ ആണ് തന്നേക്കുന്നത്. അതും ജസ്റ്റ് ഒന്ന് വായിച്ചു പോയാൽ മതി, അതൊന്നും നമ്മളോട് ചോദിക്കാറില്ല സാധാരണ. അപ്പോൾ നമ്മൾ ഇസഡിനെ റിട്ടേൺ ആയിട്ടും സി ജെനെ പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഓഫ് എക്സ് ജെ ആയിട്ടാണ് എടുക്കുന്നത്. എ ഐ ജെ എന്ന് പറയുന്നത് യൂണിറ്റ്സ് ഓഫ് റിസോഴ്സ് ഐ കൺസ്യൂംഡ് പെർ യൂണിറ്റ് ഓഫ് വേരിയബിൾ ജെ എന്നുള്ളതാണ്. എക്സ് ജെ എന്ന് പറയുന്നത് നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ ജെ. ബി ഐ എന്ന് പറയുന്ന മാക്സിമം യൂണിറ്റ്സ് ഓഫ് റിസോഴ്സ് ഐ. അപ്പം നമ്മൾ പുതിയ വേരിയബിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഇസഡ് വൈയും വൈ ഐയും ആണ്. അപ്പം രണ്ടിൻ്റെ സൊല്യൂഷൻ കിട്ടുമ്പം ഇസഡ് എക്സ് എന്ന് പറയുന്നതും ഇസഡ് വൈ എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൈമൽ പ്രോബ്ലത്തെ നമുക്ക് എങ്ങനെ കാണാം? മാക്സിമം ഇസഡ് എക്സ് ഇസ് ഈക്വൽ ടു സിഗ്മ സി ജെ എക്സ് ജെ. സി ജെ എന്ന് പറയുന്നത് പ്രോഫിറ്റ് പെർ യൂണിറ്റ് ഓഫ് വേരിയബിൾ എക്സ് ജെ ഇൻറ്റു നമ്പർ ഓഫ് യൂണിറ്റ്സ് എന്നുള്ളതാണ് എക്സ് ജെ. സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻറ്റ് സിഗ്മ എ ഐ ജെ എക്സ് ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ. അതിനെ നമ്മൾ എക്കണോമിക് ടേംസ് എ ഐ ജെയും എക്സ് ജെയും ബി ഐയും എന്താണെന്നുള്ളതാണ് ആ എഴുതിയേക്കുന്നത്. യൂണിറ്റ്സ് ഓഫ് റിസോഴ്സ് ഐ കൺസ്യൂംഡ് പെർ യൂണിറ്റ് ഓഫ് വേരിയബിൾ എക്സ് ജെ ഇൻറ്റു യൂണിറ്റ്സ് ഓഫ് വേരിയബിൾ എക്സ് ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു യൂണിറ്റ്സ് ഓഫ് റിസോഴ്സ് ഐ അവൈലബിൾ. അതായത് എ ഐ ജെ എയും എക്സ് ജെയും ബി ഐയും എന്താണെന്ന് നമ്മൾ മോളിൽ ഡിഫൈൻ ചെയ്തു. അപ്പോൾ എ ഐ ജെ എക്സ് ജെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഐ എന്നുള്ള ഇക്വേഷനെ നമ്മൾ ആ എക്കണോമിക് ടേംസിൽ പറയുന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഡ്യുവലായിട്ട് എന്താ വരുന്നത്? മിനിമൈസേഷൻ ആയിട്ട് മാറി. സിഗ്മ ബി ഐ വൈ ഐ സബ്ജക്ട് ടു ദ കൺസ്ട്രെയിൻ എ ഐ ജെ വൈ ജെ. അത് എ ജെ ഐ എന്ന് തന്നെയാണ് കിടക്കുന്നത്, അത് എ ഐ ജെ തന്നെയാണെന്നുള്ളത് ഓർക്കുക. എ ഐ ജെ വൈ ഐ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ജെ. അപ്പോൾ അവിടെ ആ ബി ഐ എന്ന് പറയുന്നത് എന്താ? യൂണിറ്റ്സ് ഓഫ് റിസോഴ്സ് ഐ എന്നുള്ള റിസോഴ്സ് മാക്സിമം എത്ര വരെ പറ്റും എന്നുള്ളതാണ് ബി ഐ. വൈ ഐ എന്ന് പറയുന്നത് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് റിസോഴ്സ് ഐ ആണ്. അപ്പം നമുക്ക് അത് മാറിപ്പോയി. ബി ഐ എന്ന് പറയുന്നത് കോസ്റ്റ് വരുന്നത് ബി ഐയും വൈ യൂണിറ്റ്സ് ആണ് ബി ഐ ആയിട്ട് വരുന്നത്. യൂണിറ്റ്സ് ഓഫ് റിസോഴ്സ് ആണ് ബി ഐ, പറഞ്ഞത് ശരിയാ. യൂണിറ്റ്സ് ഓഫ് റിസോഴ്സ് ആണ് ബി ഐ വരുന്നത്. കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് റിസോഴ്സ് ആണ് വൈ ഐ വരുന്നത്. അപ്പോൾ സിഗ്മ എ ഐ ജെ വൈ ഐ, അപ്പോൾ അതെന്താ? യൂണിറ്റ്സ് ഓഫ് റിസോഴ്സ് ജെ കൺസ്യൂംഡ് പെർ യൂണിറ്റ് ഓഫ് വേരിയബിൾ വൈ ഐ ഇൻറ്റു കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് റിസോഴ്സ് ആണ് വൈ ഐ വരുന്നത്. ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സി ജെ. സി ജെ എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്രോഫിറ്റ് പെർ യൂണിറ്റ് അല്ലേ വരുന്നത്. അപ്പോൾ അതാണ് അവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, നമുക്ക് പ്രൈമൽ ഡ്യുവൽ സൊല്യൂഷൻ കിട്ടുമ്പം ഇസഡ് എക്സ് എന്ന് പറയുന്നത് ഇസഡ് വൈ തന്നെ ആയിരിക്കും. ഇപ്പം നമുക്ക് ഇവിടെ ഒരു മീനിങ് മനസ്സിലാക്കാൻ വേണ്ടി അവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. y2 ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താണ്? y2 എന്ന് പറയുന്നത് സെക്കൻഡാണ്. അപ്പോൾ y2 ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റിസോഴ്സ്
അതിൻ്റെ ഒരു യൂണിറ്റ് കൂടുതൽ വേണമെങ്കിൽ അതിൻ്റെ കോസ്റ്റ് 5 ആയിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. അത്ര ഒന്നും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് അതൊന്ന് നോക്കിപ്പോകുക. നിങ്ങൾ മെയിനായിട്ട് ഓർക്കേണ്ടത് ഒരു പ്രൈമൽ തന്നാൽ അതിൻ്റെ ഡ്യുവൽ എങ്ങനെ കണ്ടുപിടിക്കാം, അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ വേണമെങ്കിൽ ചോദിക്കാം. അത് ഞാൻ അടുത്ത പേജിൽ തന്നിട്ടുണ്ട്, റൂൾസ് ഫോർ കൺസ്ട്രക്ടിങ് ദ ഡ്യുവൽ ഫ്രം ദ പ്രൈമൽ എന്നുള്ളത്. മറ്റേത് നിങ്ങളൊന്ന് ജസ്റ്റ് എക്കണോമിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്യുവൽ കൺസ്ട്രെയിൻസ് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ഞാൻ അത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല, പരീക്ഷയ്ക്ക് മുമ്പ് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. റൂൾസ് ഫോർ കൺസ്ട്രക്ടിങ് ഡ്യുവൽ ഫ്രം പ്രൈമൽ എന്നുള്ളത് അത് കാണാതെ പഠിക്കണം. ഈ റൂൾസ് കൃത്യമായിട്ട് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ഒരു പ്രോബ്ലം തന്നാൽ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ ചിലപ്പം ചോദിക്കാം, എക്സാമിന് തിയറി പാർട്ട് ചോദിക്കാവുന്നൊരു ക്വസ്റ്റ്യനാണ്, ഹൗ ക്യാൻ വി കൺസ്ട്രക്ട് ഡ്യുവൽ ഫ്രം പ്രൈമൽ, അല്ലെങ്കിൽ റൂൾസ് ഫോർ കൺസ്ട്രക്ടിങ് ഡ്യുവൽ ഫ്രം പ്രൈമൽ. ഒരു പ്രൈമൽ തന്നാൽ എങ്ങനെ ഡ്യുവൽ കണ്ടുപിടിക്കാൻ പറ്റും, ആ 6 സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ പഠിക്കണം. അപ്പോൾ റൂൾസ് ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡ്യുവൽ വേരിയബിൾ ഇസ് ഡിഫൈൻഡ് ഫോർ ഈച്ച് കൺസ്ട്രെയിൻറ്റ് ഇൻ ദ പ്രൈമൽ LP പ്രോബ്ലം ആൻഡ് വൈസ് വേഴ്സ. അപ്പം പ്രൈമൽ LP പ്രോബ്ലത്തിലെ ഡ്യുവലിന് കറസ്പോണ്ടിങ് പ്രൈമലിലെ എത്ര കൺസ്ട്രെയിൻസ് ഉണ്ടോ അത്രയും വേരിയബിൾസ് ആയിരിക്കും ഡ്യുവലിലുള്ളത്. പ്രൈമലിനകത്ത് എത്ര കൺസ്ട്രെയിൻസ് ഉണ്ടോ അത്രയും വേരിയബിൾസ് ഡ്യുവലിൽ വരും. പ്രൈമലിനകത്ത് എത്ര കൺസ്ട്രെയിൻസ് ഉണ്ടോ അത്രയും വേരിയബിൾസ് അവിടെ, എത്ര വേരിയബിൾസ് ഉണ്ടോ അത്രയും കൺസ്ട്രെയിൻസ് അപ്പുറത്ത് വരും. അതാണ് വരുന്നത്. ഇവിടുത്തെ കൺസ്ട്രെയിൻസ് അവിടുത്തെ വേരിയബിൾസ്, ഇവിടുത്തെ വേരിയബിൾസ് അവിടുത്തെ കൺസ്ട്രെയിൻ, അതാണ് നമ്പറായിട്ട് വരുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുവാണെങ്കിൽ M കൺസ്ട്രെയിൻസ് ഉണ്ട്, പ്രൈമലിനകത്ത് M കൺസ്ട്രെയിൻസ് ഉണ്ടെങ്കിൽ ഡ്യുവലിൻ്റെ അകത്ത് M വേരിയബിൾസ് വരും. പ്രൈമലിനകത്ത് N വേരിയബിൾസ് ആണുള്ളതെങ്കിൽ ഡ്യുവലിൻ്റെ അകത്ത് N കൺസ്ട്രെയിൻസ് വരും. അതാണ് വൈസ് വേഴ്സ എന്ന് പറഞ്ഞേക്കുന്നത്. ഇനി റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റൻസ് B1 B2 BM, പ്രൈമലിൻ്റെ അകത്തെ ആ റൈറ്റ് ഹാൻഡ് സൈഡ് കോൺസ്റ്റൻറ്റുകൾ ഡ്യുവലിൻ്റെ അകത്തെ കോസ്റ്റ് കോയിഫിഷ്യൻറ്റുകളായിട്ടാണ് വരുന്നത്. ഇനി പ്രൈമലിൻ്റെ കോസ്റ്റ് കോയിഫിഷ്യൻറ്റുകൾ C1 C2 എന്ന് പറയുന്നത് ഡ്യുവലിൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ടാണ് വരുന്നത്. അതാണ് രണ്ടാമത്തെ പറഞ്ഞേക്കുന്നത്. പിന്നെ മാക്സിമൈസേഷൻ ആണെങ്കിൽ നമ്മളെല്ലാം അൺട്രസ്റ്റഡ് അല്ലാത്തതിനെയെല്ലാം നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫോമിൽ വരും. അപ്പോൾ മിനിമൈസേഷൻ ഡ്യുവലിനകത്തതെല്ലാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആയിട്ട് മാറും. ഇനി മെട്രിക്സ് നമ്മൾ ആദ്യത്തേൻ്റെ അകത്ത് നമ്മൾ പറയുന്നത് A11 A12 ഫോമിൽ പറയുവാണെങ്കിൽ മറ്റോടത്ത് കോളം വൈസ് ആണ് ഇക്വേഷൻസ് വരുന്നത്. അതാണ് പറഞ്ഞേക്കുന്നത്. ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മാക്സിമൈസേഷൻ ആണെങ്കിൽ ഡ്യുവൽ എന്ന് പറയുന്നത് മിനിമൈസേഷൻ ആയിട്ട് മാറും. ഇനി ith കൺസ്ട്രെയിൻ ഒരു ഈക്വാളിറ്റി ആയതെന്ന് വിചാരിക്കുക. അതായത് ഇവിടെ ഇപ്പോൾ ഒരു മൂന്നാമത്തെ കൺസ്ട്രെയിൻ, നമ്മുടെ പ്രൈമൽ എന്ന് പറയുന്നതിൻ്റെ അകത്തെ മൂന്നാമത്തെ കൺസ്ട്രെയിൻ ഈക്വൽ ടു ആണ്. അപ്പോൾ അവിടെ മൂന്നാമത്തെ വേരിയബിൾ, ഡ്യുവലിൻ്റെ അകത്തെ മൂന്നാമത്തെ വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ഇൻസൈൻ ആക്കി. ഇവിടെ മൂന്നാമത്തേത് ഒരു ഈക്വാളിറ്റി ആണ് കൺസ്ട്രെയിൻ എങ്കിൽ അവിടെ മൂന്നാമത്തെ വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ഇൻസൈൻ ആയിരിക്കും. ഇവിടെ ഒരു അൺറെസ്ട്രിക്റ്റഡ് വേരിയബിൾ ഉണ്ടെങ്കിൽ ഇവിടെ ഇപ്പം സപ്പോസ് പറയുവാണ് നമ്മുടെ വേരിയബിൾസ് ആ പ്രൈമൽ ആകുമ്പോൾ X1 X2 X3 ഫോമിലല്ലേ വരുന്നത്. ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ വേരിയബിൾ അൺറെസ്ട്രിക്റ്റഡ് ഇൻ സൈൻ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടുത്തെ രണ്ടാമത്തെ കൺസ്ട്രെയിന് ഈക്വൽ ടു ആയിരിക്കും. അതാണ് വരുന്നത്. ഇനി നമുക്ക് എങ്ങനെ അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാം. ഒരു ഡ്യുവല് തന്നാൽ എങ്ങനെ ഒരു പ്രൈമൽ തന്നാൽ അതെങ്ങനെ ഡ്യുവല് കാണാം എന്നുള്ള പ്രോബ്ലംസ് ആണ് വരുന്നത്.